Good morning, sir. Yes, Sanita, good morning. Okay, let us start. Arambichallo. Okay, Sanita. Okay, very good, very good. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പോഴെങ്കിലും നമ്മളൊരു സ്വന്തം നാടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. Sanita, something about your native place? Yes. Yes, Okay. Very good. Yes. അപ്പൊ ഇന്ന് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞത് റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ചാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു who, whom, whose, which, that ഇതൊക്കെയാണ് റിലേറ്റീവ് പ്രോനൗണായിട്ട് വരുന്നത് എന്നുള്ള പറഞ്ഞു. അപ്പൊ അതിന്റെ എല്ലാം ആ ഒരു ക്വസ്റ്റ്യൻ വേർഡിൽ വരുന്ന അർത്ഥം കൂടാതെ തന്നെ വേറെയും ചില അർത്ഥങ്ങൾ കൂടി അതിനുണ്ട്. ആയ എന്നുള്ളൊരു അർത്ഥം വരും. അത്രയും കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. യെസ്, ഇനിയാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇത്തരം വാക്കുകൾ ഓർത്തിരിക്കുക. who, whom, whose, that, which. ജീവനുള്ള സാധനങ്ങളാണെങ്കിൽ whom, ജീവനില്ലാത്ത സാധനങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ which എന്ന് വരും. ഇതാണ് നമ്മൾ പറഞ്ഞ നിർത്തിയത്. യെസ്, അപ്പൊ ഞാനിവിടെ ഒരു വാചകം പറയുകയാണ്. നിങ്ങളത് ആ ഡാഷിന്റെ സ്ഥലത്ത് ഒന്ന് പൂരിപ്പിക്കും. ഇതാണ് സെന്റൻസ്. ദിസ് ഈസ് the man this is the man dash met me yesterday. Met. This is the man dash met me yesterday. യെസ്, അവിടെ ഞാൻ ചോദ്യം ഇതാണ്. അവിടെ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ച് പൂരിപ്പിക്കുക. ഏതായിരിക്കും അവിടെ വരുന്ന റിലേറ്റീവ് പ്രോനൗൺ? സലീല ഹൂ പറയുന്നു. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് സലീല. ഓക്കെ. ബാക്കിയുള്ളവർക്കും ഹൂ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ദിസ് ഈസ് ദ മാൻ ഹൂ മെറ്റ് മീ യെസ്റ്റർഡേ. ആരാണോ എന്നെ കണ്ടത്,
അത് ഈ മനുഷ്യനാണ്. അത് ഈ മനുഷ്യനാണ്. അടുത്തത് ദിസ് ഈസ് ദ മാൻ. രണ്ടാമത്തെ വാചകം ദിസ് ഈസ് ദ മാൻ. ഓക്കെ സൗമ്യ, ഗുഡ് മോർണിംഗ്. ദിസ് ഈസ് ദ മാൻ dash I met yesterday. Dash I met yesterday. Yes. അതൊന്ന് പൂരിപ്പിച്ചേ. This is the man. സരിയുടെ ആൻസർ കണ്ടു, സൗമ്യയുടെ ആൻസർ കണ്ടു. ഓക്കെ, അപ്പൊ സൗമ്യ, നമ്മളിവിടെ ഒരു മനുഷ്യനെ കുറിച്ചല്ലേ പറയുന്നത്. ആ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ജീവനുള്ള സംഗതിക്ക് കൂവ വരുള്ളൂ, അല്ലെങ്കിൽ കുമ്മൊക്കെ വരുള്ളൂ. നേരെ മറിച്ച് ജീവനില്ലാത്ത സംഗതികളെ കുറിച്ച് പറയുമ്പോഴാണ് പിച്ച് വരുന്നത്. ഓക്കെ, ഓക്കെ. ദിസ് ഈസ് ദ മാൻ. ഇതാണ് മനുഷ്യൻ. whom I met yesterday. ആരെയാണോ ഞാൻ ഇന്നലെ കണ്ടത്. അല്ല, whom ആരെയാണോ ഞാൻ ഇന്നലെ കണ്ടത്, അത് ഇതാണ്. അതിനു മുമ്പ് പൂവാണ്, അതിന് മുമ്പത്തെ വാചകത്തിന്. അപ്പോ ഞാനല്ല കണ്ടത്, എന്നെ കണ്ടതായ മനുഷ്യനാണ് പറഞ്ഞേക്കുന്നത്. ആ സെന്റൻസിന്റെ വ്യത്യാസമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി ഞാൻ അതിന്റെ വേറൊരു മോഡലുള്ള വാചകം പറയാം. യെസ്, സെന്റൻസ് ഇതാണ്. ഹി ഈസ് an actor. He is an actor. Dash is, dash is admired, admired, admired by by everyone. I will repeat. He is an actor. Dash is admired by everyone. Okay. Sanila, Surya, Soumya. Yes. Is a correct answer. Okay, he is an actor. Who is admired? ആരാണോ പറഞ്ഞ ആരാധന തോന്നുന്നത്? ബൈ എവരിവൺ, എല്ലാവരാലും ആരാധന തോന്നിയ മനുഷ്യനാണ്. അടുത്തത് the bus bus dash fell, FELL, dash fell into the river into the river carried, CARRIED, carried 50 passengers. 50 passengers. The bus dash fell into the river, carried 50 passengers. Okay, put it. Okay, some answer kando. Sanilada kando. Yes. Yes, that. Okay, okay. Let me fill in a bit. പക്ഷെ which ആണ് കുറച്ചും കൂടി ആപ്റ്റ് കേട്ടോ. The bus which fell into the river carried 50 passengers. ഇത് നമുക്ക് വേറെ രീതിയിലും പറയാം.
The bus that carried 50 passengers fell into the river. അങ്ങനെ നമുക്ക് ഈ വാചകം പറയാം. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു സെന്റൻസ് പറഞ്ഞിട്ട് അവിടെ ഒരു ഡാഷ് ഇട്ട സ്ഥലത്ത് നിങ്ങൾ അത് പൂരിപ്പിക്കുകയായിരിക്കും. യെസ്, ഇനി ഞാനിവിടെ അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. ഞാൻ നിങ്ങൾക്ക് 2 വാചകമാണ് ഇത് നൽകുന്നത്. ആ 2 വാചകത്തിന് നിങ്ങൾ ഒറ്റ സെന്റൻസിലേക്ക് മാറ്റണം. അങ്ങനെ ഒറ്റ സെന്റൻസിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുക. സെന്റൻസിന്റെ ഘടനയിലെ അത്യാവശ്യം ചില മാറ്റങ്ങൾ വരും. ആ മാറ്റവും നിങ്ങൾക്ക് അവിടെ ചെയ്യാം. യെസ്, ചോദ്യം ഇതാണ്. The man is an actor. The man is an actor. ഓക്കെ, ഫുൾ സ്റ്റോപ്പ് ഇട്ടോളൂ. അത് ഒന്നാമത്തെ വാചകമാണ്. രണ്ടാമത്തെ വാചകം, we met him yesterday. We met him yesterday. ഓക്കെ, നോക്കിയേ, 2 സെന്റൻസ് ഉണ്ട്. നിങ്ങൾ അത് റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചു ഒറ്റ സെന്റൻസ് ആക്കണം. ഒരു സെന്റൻസ് ആണ്. നോക്കിയേ, the man is an actor. ആ മനുഷ്യൻ ഒരു ആക്ടറാണ്. We met him yesterday. ഞങ്ങൾ ഇന്നലെ അവനെ കണ്ടു. യെസ്, അപ്പൊ എന്ത് വരും? ഞങ്ങൾ ഇന്നലെ കണ്ടതായ മനുഷ്യൻ ഒരു ആക്ടറാണ് എന്ന് വരും. യെസ്, സൂര്യ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സഫീറ സംഗതി ഓക്കെ, പക്ഷെ അതൊന്ന് സെന്റൻസ് ആക്കി എഴുത്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് സൗമ്യ. അതിനകത്ത് ഹിം ഒഴിവാക്കാം. യെസ്, സഫീർ, ഹിം വരുമ്പോ നോക്കി ഒരു കല്ല് കളിക്കുന്ന പോലെ തോന്നില്ല. അർത്ഥം പറഞ്ഞു നോക്കി. അപ്പൊ ഈ ആൻസർ ഞാൻ പറയാം. അടുത്തത് നിങ്ങൾ സ്വന്തം പഠിച്ചാൽ മതി. ഇന്നലെ ഞങ്ങൾ കണ്ട മനുഷ്യൻ ഒരു ആക്ടറാണ്. ദ മാൻ, ആ മനുഷ്യൻ. ദ മാൻ, ആരെയാണോ ഞങ്ങൾ ഇന്നലെ കണ്ടത്. whom we met yesterday. The man, ആ മനുഷ്യൻ. ഏത് മനുഷ്യൻ? whom we met yesterday. ഇന്നലെ ഞങ്ങൾ കണ്ടതായ മനുഷ്യൻ is an actor. Is an actor. ശരിയല്ല? ഓക്കെ ഓക്കെ, അതിനകത്ത് ആ ആക്ടർ എന്നുള്ളത് അവിടെ നിന്ന് മാറ്റിയിട്ട് ലാസ്റ്റ് പറഞ്ഞാൽ മതി. The man whom we met yesterday is an actor. Okay. Yes. അടുത്തത്, here is the scooter. SCOOTER. Here is the scooter. Full stop. രണ്ടാമത്തെ വാചകം, I bought it BOUGHT. I bought it last week. Yes, use a relative pronoun. Here is a scooter. ആ സ്കൂട്ടർ എവിടെയുണ്ട്? ഈ ഇരിക്കുന്നത് ആ സ്കൂട്ടറാണ്. I bought it last week. കഴിഞ്ഞ ആഴ്ച ഞാൻ വാങ്ങി. അപ്പൊ എന്ത് വേണം? കഴിഞ്ഞ ആഴ്ച വാങ്ങിയതായ സ്കൂട്ടറാണ് ഈ ഇരിക്കുന്നത്.
യെസ്, ഒന്ന് പറഞ്ഞു നോക്കി. ഹിയർ ഈസ് ദ സ്കൂട്ടർ, ഐ ബോട്ട് ഇറ്റ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച ഞാനിത് വാങ്ങി. നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ചെയ്തോ, തെറ്റിയും കറക്റ്റ് ചെയ്യും. ഒന്നും കൂടി ഒന്ന് ശരിയാക്കാനുണ്ട് സൗമ്യ. ഓക്കെ, ഇതാണ് ആ സ്കൂട്ടർ. കഴിഞ്ഞ ആഴ്ച വാങ്ങിയതായ കറക്റ്റ്. ഓക്കെ സനില, പക്ഷെ ഇതിന്റെ അകത്ത് സനില യെസ്, ദാറ്റ് വെച്ച് പറഞ്ഞു സനില. ഓക്കെ ഓക്കെ, ദിസ് ഈസ് ദാറ്റ് സ്കൂട്ടർ. ഒന്നുകൂടി ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ, ഹിയർ ഇസ് എ സ്കൂട്ടർ. ഇവിടെ ഒരു സ്കൂട്ടർ ഉണ്ട്. അപ്പൊ സ്കൂട്ടറാണ്. ഐ ബോട്ട് ഇറ്റ്. ആ ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇത് വാങ്ങിയത്. ആ ഇത് ഉദ്ദേശിക്കുന്നത് ഏതാണ്? സ്കൂട്ടർ തന്നെയല്ലേ ആ ഇറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ ഇറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. ആ ഇറ്റും സ്കൂട്ടറും സെയിം സാധനമാണ്. ഇതിവിടെയുണ്ട്. ഓക്കെ, ഓക്കെ സുനില, കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഹിയർ ഈസ് ദ സ്കൂട്ടർ. ഇവിടെ എന്തുണ്ട്? സ്കൂട്ടർ ഇരിപ്പുണ്ട്. ഹിയർ ഈസ് ദ സ്കൂട്ടർ. ഞാൻ വാങ്ങിയതായ സ്കൂട്ടർ എന്ന് പറയുമ്പോൾ ജീവനില്ല, അപ്പൊ വിച്ച് മതി. വിച്ച് ഐ ബോട്ട്, ഞാൻ വാങ്ങിയതായ. ഹിയർ ഈസ് എ സ്കൂട്ടർ വിച്ച് ഐ ബോട്ട്, ഞാൻ വാങ്ങിയതായ സ്കൂട്ടർ. പിന്നെ നമുക്ക് ഇറ്റ് വേണ്ട. കാരണം എന്താണ്? ഇറ്റിന് പകരം നമ്മൾ സ്കൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ട് സെന്റൻസ് ആയതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് ഇറ്റ് വന്നത്. നമ്മളിവിടെ ഒരു സെന്റൻസ് ആക്കിയാണ്. അപ്പൊ പിന്നെ ഇറ്റ് വേണ്ട. അപ്പൊ ഹിയർ ഈസ് ദ സ്കൂട്ടർ വിച്ച് ഐ ബോട്ട്, എപ്പോൾ വാങ്ങിയതായ? ലാസ്റ്റ് വീക്ക്. ഇതാണ് കറക്റ്റ്. ഹിയർ ഈസ് ദ സ്കൂട്ടർ വിച്ച് ഐ ബോട്ട് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച ഞാൻ വാങ്ങിയതായ സ്കൂട്ടർ ഇതാണ്. ഹിയർ ഈസ് ദ സ്കൂട്ടർ വിച്ച് ഐ ബോട്ട് ലാസ്റ്റ് വീക്ക്. അടുത്ത് നിങ്ങളുടെ ബുദ്ധിയെ പരീക്ഷിക്കാനാണ്. The boy is my student. The boy is my student. ഫുൾ സ്റ്റോപ്പ് ഇട്ടോളൂ. ഒന്നാമത്തെ വാചകം കഴിക്കും. His father. His father came here. CAME. Came here yesterday. His father came here yesterday. Okay, I will repeat the question. The boy is my student. ആ കുട്ടി എന്റെ വിദ്യാർത്ഥിയാണ്. His father, അവന്റെ അച്ഛൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു. Came here yesterday. ഇന്നലെ ഇവിടെ വന്നിരുന്നു. Yes. അപ്പൊ നമുക്ക് എന്ത് വേണം? റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കണം. ആ കുട്ടി ആരുടെ അച്ഛനാണോ ഇന്നലെ വന്നത്? യെസ്, എന്റെ വിദ്യാർത്ഥിയാണ്.
ഒന്നും കൂടി ഒന്ന് റെഡി ആവാനുണ്ട് സെൻസില്ല. യെസ്. ഒന്നും അങ്ങോട്ട് കിടക്കുന്ന എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് കിടന്ന് മാറ്റിയിട്ട് കറക്റ്റ് വാക്കുകളൊക്കെ അതിനകത്തുണ്ട്. യെസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ റെഡി ആക്കാൻ പറ്റുന്നത് ഒരു 50% ഓക്കെയാണ്, ഒരു 75% ഓക്കെയാണ് സൗമ്യ. ഒന്നും കൂടി ഒന്ന് റെഡി ആവാൻ. യെസ്. അപ്പൊ നമുക്ക് പറയാം. നമ്മൾ ആദ്യം പറയണം. ഓ സഫീറ 2 ഈസ അതിനകത്ത് വന്നു, ഒരു ഈസ വരുള്ളൂ. യെസ്. നമുക്കൊന്ന് റെഡിയാക്കാം, ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാം. നമുക്ക് ഈ വിഷയത്തിലോട്ട് വരാം. ദ ബോയ് ഈസ് മൈ സ്റ്റുഡൻറ്. ആ കുട്ടി എന്റെ വിദ്യാർത്ഥിയാണ്. ഹിസ് ഫാദർ കെയിം ഹിയർ യെസ്റ്റർഡേ. അവന്റെ അച്ഛൻ ഇന്നലെ വന്നിരുന്നു. അപ്പൊ നമ്മൾ പറയുന്നത് ആ കുട്ടി, ദ ബോയ്. ഓക്കെ, ദ ബോയ്. എങ്ങനെയുള്ള ബോയ്? ആരുടെ അച്ഛനാണോ ഇന്നലെ വന്നത് ആ ബോയ്. ആരുടെ? ഹൂസ് ഫാദർ കെയിം ഹിയർ യെസ്റ്റർഡേ. കണ്ടോ? ദ ബോയ് ഹൂസ് ഫാദർ കെയിം ഹിയർ യെസ്റ്റർഡേ. ആരുടെ അച്ഛനാണോ ഇന്നലെ വന്നത് ആ ബോയ് ഈസ് മൈ സ്റ്റുഡന്റ്. ഇതാണ് അതിന്റെ കറക്റ്റ്. ദ ബോയ് whose father came here yesterday is my student. Yes. This is the book. This is the book. Okay, full stop. ഒന്നാമത്തെ വാചകം കഴിഞ്ഞു. രണ്ടാമത്തെ വാചകം I talked TINKED. I talked to you about it yesterday. About it yesterday. Okay. രണ്ടാമത്തെ സെന്റൻസ് ഉപയോഗിച്ച് ചെയ്യാം. നോക്കി, ദിസ് ഈസ് ദ ബുക്ക്. ഇതാണ് ആ പുസ്തകം. ഐ ടോക്ക് ടു യു. നിന്നോട് ഞാൻ പറഞ്ഞത് ഇതിനെ കുറിച്ചാണ്. അബൌട്ട് ഇറ്റ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞത് ഇതിനെ കുറിച്ച്. ഇതെന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തെ കുറിച്ചാണ്. ഓക്കെ. അപ്പൊ ഇന്നലെ ഞാൻ നിന്നോട് എന്തിനെ പറ്റിയാണോ പറഞ്ഞത് ആ പറഞ്ഞതായ ബുക്ക് ഇതാണ്. യെസ്, അങ്ങനെ വേണം.
ഓക്കെ 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 ശരിയില്ല. യെസ്, അതല്ലാതെയും എഴുതാം. രണ്ട് വാചകങ്ങളെ നമ്മൾ റിലേറ്റീവ് പ്രോണൗൺ ഉപയോഗിച്ച് പൂരിപ്പിക്കുകയാണ്. കറക്റ്റ് ആണ്, ഒരു വാക്കിന്റെ അത് കൂടിപ്പോയി. ടൈപ്പ് ചെയ്തേക്കാൾ മിസ്റ്റേക്ക് ആണെന്ന് എനിക്കറിയാൻ പാടില്ല. സൗമ്യ, ആ ഇറ്റ് എന്ന് പറഞ്ഞാലും ബുക്ക് എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? അപ്പൊ പിന്നെ നമുക്ക് രണ്ടാമത് ഇറ്റിന്റെ ആവശ്യം കൂടി ഇല്ല. ബുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ രണ്ടാമത്തേല് ആ ഇറ്റ് അങ്ങോട്ട് കളയുക. പക്ഷെ അവിടെ വേണ്ട വാക്ക് നിങ്ങളോട് യു എഴുതി വരും. ഓക്കെ 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 പറയട്ടെ. രണ്ടു മൂന്ന് രീതി, പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരു രീതി ഇവിടെ നോക്കിയേ, ദിസ് ഈസ് ദ ബുക്ക്. ദിസ് ഈസ് ദ ബുക്ക്, ഇതാണ് ആ ബുക്ക്. ഇത് നിന്നോട് ഞാൻ ഇന്നലെ സംസാരിച്ചതായ. വിച്ച് ഐ ടോക്ക് ടു യു അബൌട്ട് ഇറ്റ്. അബൌട്ട് പിന്നെ ഇറ്റ് വേണ്ട. ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് ഉദ്ദേശിക്കുന്ന ബുക്കാണ്. വിച്ച് ഐ ടോക്ക് ടു യു എബൌട്ട് ഒരു മതി. യെസ്റ്റർഡേ ഉണ്ടോ? അപ്പൊ ഇന്നലെ എന്തിനെ പറ്റിയാണോ നിന്നോട് പറഞ്ഞത് ആ ബുക്ക് ഇത്. അപ്പൊ ദിസ് ഈസ് ദ ബുക്ക് വിച്ച് ഐ ടോക്ക് ടു യു എബൌട്ട് യെസ്റ്റർഡേ. ഇനി വേറൊരു രീതിയിൽ ഇത് ചെയ്യാം. ദ ബുക്ക്, രണ്ടാമത്തെ രീതി. ദ ബുക്ക് വിച്ച് ഐ ടോക്ക് ടു യു എബൌട്ട് യെസ്റ്റർഡേ. The book which I talked to you yesterday, comma, is this. അങ്ങനെ നമുക്ക് തരാം. അടുത്ത മിസ്റ്റർ റെഡ്ഡി, REDDY, മിസ്റ്റർ റെഡ്ഡി ഈസ് അവർ ഇംഗ്ലീഷ് ടീച്ചർ. ഈസ് അവർ ഇംഗ്ലീഷ് ടീച്ചർ. അർത്ഥം പിടികിട്ടിയാലോ? മിസ്റ്റർ റെഡ്ഡി ഞങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകരാണ്. ഫുൾ സ്റ്റോപ്പ് ഇട്ടു. രണ്ടാമത്തെ വാചകം, he is a good actor. He is a good actor. അദ്ദേഹം നല്ലൊരു ആക്ടർ കൂടിയാണ്. അപ്പൊ എന്ത് വേണം? ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതായ മിസ്റ്റർ റെഡ്ഡി ഒരു ആക്ടർ കൂടിയാണ് എന്ന് വേണം. രണ്ട് സെന്റൻസുകൾ യോജിപ്പിക്കും. ഓക്കെ,
ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതായ മിസ്റ്റർ റെഡ്ഡി നല്ല ഒരു ആക്ടർ കൂടിയാണ്. സൗമ്യ, സെന്റൻസ് എല്ലാം കറക്റ്റാണ്, പക്ഷെ ആ പൂ ചേർത്ത സ്ഥലം മാറി. സംഗതി ഓക്കെയാണ്, പക്ഷെ ആ പൂ എല്ലാ സ്ഥലങ്ങളും ആ പൂ വന്ന് ചേർത്ത സ്ഥലം മാറ്റി. ഒന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പൊ ശരി, കറക്റ്റ്, വെരി ഗുഡ്. യെസ്. അപ്പൊ ഞാൻ ആൻസർ പറയണ്ടേ? സനിലയുടെ ആൻസർ പറഞ്ഞില്ലല്ലോ. അപ്പൊ കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. മിസ്റ്റർ റെഡ്ഡി ഈസ് അവർ ഇംഗ്ലീഷ് ടീച്ചർ. മിസ്റ്റർ റെഡ്ഡി ഈസ് അവർ ഇംഗ്ലീഷ് ടീച്ചർ. മിസ്റ്റർ റെഡ്ഡി ആ ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറായ മിസ്റ്റർ റെഡ്ഡി, അത് പാടില്ല. ഓക്കെ, മിസ്റ്റർ റെഡ്ഡി ഹൂ ഈസ് അവർ ഇംഗ്ലീഷ് ടീച്ചർ. ആരാണോ ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ, ആ ഇംഗ്ലീഷ് ടീച്ചറായ മിസ്റ്റർ റെഡ്ഡി. അപ്പൊ കറക്റ്റ് ആണ്. മിസ്റ്റർ റെഡ്ഡി ഹൂ ഈസ് അവർ ഇംഗ്ലീഷ് ടീച്ചർ, ഞങ്ങൾ ഇംഗ്ലീഷ് ടീച്ചറായ മിസ്റ്റർ റെഡ്ഡി. ഓക്കെ, അത്രയും വരെ കറക്റ്റ്. രണ്ടാമത് വാചകത്തിൽ ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? മിസ്റ്റർ റെഡ്ഡി തന്നെയല്ലേ. അപ്പൊ പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് അതാണ് മാറ്റി. കാരണം മിസ്റ്റർ റെഡ്ഡി എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ രണ്ടാമത്തെ ഹി എന്ന് പറയണ്ട, കാരണം മാറ്റം വന്നിട്ടുണ്ടല്ലോ. ബാക്കി പറഞ്ഞാൽ മതി. ഈസ് എ ഗുഡ് ആക്ടർ. അപ്പോ നമുക്ക് പറയാം, മിസ്റ്റർ റെഡ്ഡി ഹൂ ഈസ് അവർ ഇംഗ്ലീഷ് ടീച്ചർ ഈസ് എ ഗുഡ് ആക്ടർ. ഈസ് എ ഗുഡ് ആക്ടർ. ഓർഡർ പിടിച്ച് ലാസ്റ്റ്. The radio is RADIO is not innovative. The radio is not working. WORKING. The radio is not working. Full stop. Next sentence. You repaired, 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 past tense. You repaired it last week. Last week. WEEK, week. Okay. The radio is not working. Radio work ചെയ്യുന്നില്ല. You repaired it last week. കഴിഞ്ഞ ആഴ്ച നീ ഇത് ശരിയാക്കിയതാണ്. യെസ്.
Okay, very good, Salila. ഒരു വാക്കിനകത്ത് കൂടുതൽ കിടപ്പുണ്ട് സൂര്യ. ഓക്കെ സൗമ്യ, സൂര്യനിൽ ഒരു വാക്ക് കൂടുതൽ കിടപ്പുണ്ട്. കാരണം ഒരു സാധനത്തിന് തന്നെയാണ് മനസ്സിലല്ലേ, റേഡിയോ എന്ന് പറഞ്ഞ സാധനത്തിന് പിന്നെ അപ്പുറത്ത് ഹിറ്റ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അത് വേണ്ട, ഒരെണ്ണം മതിയാണ്. ഓക്കെ, പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഓക്കെ സഫിയ, കറക്റ്റ് ആണ്. യെസ്, നമുക്കൊരു 2 സെന്റൻസ് 3 സെന്റൻസ് ഒക്കെ പറയണ്ടേ. അപ്പൊ അതിലേക്ക് വേണം. ഇപ്പൊ ഇന്ന് കാലത്ത് ഒരു ആള്, ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അവരുടെ പള്ളിയുടെ ഒരു മാനേജ്മെന്റ് സ്ഥലത്ത് ഒരു സ്കൂളുണ്ട്. അപ്പൊ അവിടെ ഒരു ടീച്ചറിന്റെ വേക്കൻസി ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഇന്റർവ്യൂവിൽ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്റർവ്യൂവിൽ എനിക്കൊന്ന് പോയി പങ്കെടുക്കണം. യെസ്, അപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ടീച്ചറിനോട് ചോദിച്ചു, ഇന്റർവ്യൂവിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ അവർ ചോദിക്കും. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, ഓക്കെ സൗമ്യ, സൗമ്യ സൗമ്യ ഓക്കെ. അപ്പൊ സൗമ്യാണ് ബി എ ബി എഡ് MA BEd കഴിഞ്ഞ ഒരു ടീച്ചറായിട്ട് ഇന്റർവ്യൂവിന് വരുന്ന കാൻഡിഡേറ്റ്സ് വിചാരിക്കും. ഓക്കെ, MA BEd കഴിഞ്ഞിട്ട് വരുന്ന ടീച്ചറായിട്ട് ഇന്റർവ്യൂ സോഷ്യൽ സ്റ്റഡീസിന്റെ വിഭാഗമാണ്. ഓക്കെ, സോഷ്യൽ സ്റ്റഡീസിലോട്ട് കണ്ടിട്ടുണ്ടോ? അപ്പൊ സൗമ്യ വന്നു, വാതിൽ മുട്ടി, അകത്തേക്ക് കയറി ഇരുന്നു, സർട്ടിഫിക്കറ്റ് ഒക്കെ കൂട്ടി പരിശോധിച്ചു, കുറച്ചൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ ഞാനിപ്പോ ടീച്ചറിനോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ സൗമ്യയോട് ചോദിക്കും. അപ്പൊ മാനേജ്മെന്റിൽ ഇരുന്ന അല്ലെങ്കിൽ ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്ന ആൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഞങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ ജോലിക്ക് വെക്കണം? ചോദ്യമാണ് സൗമ്യയോട് ചോദിച്ചത്. ക്ലിയർ ആയില്ല ക്വസ്റ്റ്യൻ ഒന്നും. Why should we hire HIRE? അപ്പൊ ഹയർ കൺഫ്യൂഷൻ ഉണ്ടാക്കിയാണെങ്കിൽ അപ്പോയിന്റ് എന്ന് വിചാരിച്ചു. Why should we appoint you? ഞങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ അപ്പോയിന്റ് ചെയ്യണം? ഇത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ടീച്ചർ വന്നിട്ട് പറഞ്ഞില്ല, അതാണ് കാര്യം. ഞാനിപ്പോ സൗമ്യയോട് ചോദിക്കുകയാണ്, ഒരു ഇന്റർവ്യൂ ചോദിക്കുന്നത് വൈ ഷുഡ് ബി, ഇപ്പൊ ഹോസ്പിറ്റലൈസേഷൻ പോലെയുള്ള സംഗതി അല്ലെങ്കിൽ അപ്പോയിന്റ് എന്നുള്ള വാക്കിന് പോയാൽ അവര് ഹയർ എന്ന് പറയുന്ന വാക്ക് പറയുന്നത്. അപ്പൊ വൈ ഷുഡ് ബി ഹയറിംഗ്? അപ്പൊ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള മീനിങ് ആണോ സാറ് പറയണത്? അപ്പോയിന്റ് ചെയ്യണം എന്നാണ് ചോദിക്കണത്. എന്തുകൊണ്ട് ചെയ്യണം? വൈ വൈ കറക്റ്റ് ഒന്നുകൂടി പറയും. വൈ ഷുഡ് ബി സെലക്ട് യു? ഓ അങ്ങനെ, ഓക്കെ. അത് ഞാൻ എഡിറ്റ് ചെയ്തതിനെ മാത്രമേ ഉള്ളൂ. വൈ ഷുഡ് ബി സെലക്ട് യു? I think that it's a complicated question. Yes. Even though I have the education qualification certificates, the management don't know about how I teach. Yes. By communication, they can understand whether I have the teaching qualification. Okay, സൗമ്യ ഇത് മുഴുവൻ പറയുന്നത് ഇന്റർവ്യൂ ബോർഡ് മുന്നിലാണ്. അപ്പൊ എന്നോടല്ല ഇത് പറയേണ്ടത്, അവര് ചോദിച്ച ചോദ്യം അവരോടാണ് മറുപടി പറയണത്. ഓക്കെ ഓക്കെ, സൗമ്യ പറയുന്നത് എന്നോടല്ല അവരോട് പറയും. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ എന്നോട് പറയാം. നമ്മുടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ സൗമ്യ നിൽക്കുന്നത് എവിടെയാണ്? ഇന്റർവ്യൂ ബോർഡ് മുന്നിലാണ്. അവരാണ് ചോദിച്ചത് വൈ ഷുഡ് ബി ഹയർ യു? എന്തുകൊണ്ട് സൗമ്യ ഞങ്ങൾ സെലക്ട് ചെയ്യുന്നു എന്ന ചോദ്യമാണ് സൗമ്യയോട് ചോദിച്ചത്.
ക്വസ്റ്റ്യൻ അവരോട് പറയാൻ പറ്റില്ല. ഒരു ആൻസർ അങ്ങോട്ട് കൊടുക്കണം, ആപ്റ്റ് ആൻസർ ആയിരിക്കണം. അതിൽ അവര് ഗ്രഹിക്കണം. ഓക്കെ, യു ആർ സെലക്ടഡ് എന്ന് പറയാം. I know that I am capable of doing this job. I have that teaching qualification. Yes. I believe myself. Yes. If you gave me this job, I should dedicate all my all efforts. Yes. അത്രയൊക്കെ ഉള്ളൂ സാർ. അത് ഇപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞ വാചകം നമുക്ക് അത് ഇവിടെ നമുക്ക് ആക്ടിങ് വേണ്ട. ഇപ്പൊ ഇവിടെ ഇപ്പൊ സൗമ്യപ്പ ഒരു വാചകം ജോലി കിട്ടുകയെ അത് ചെയ്യുന്നതല്ല, നമ്മൾ പറയുന്നതല്ല. അന്വേഷിക്കുന്ന ആപ്റ്റ് പേഴ്സൺ ഞാനാണ്. ഇതാണ് നമ്മുടെ ആൻസർ. യു ആർ സെർച്ചിങ് ഫോർ എ പേഴ്സൺ, ദാറ്റ് ആപ്റ്റ് പേഴ്സൺ ഞാൻ. ഐ ആം ദ ആപ്റ്റ് പേഴ്സൺ. എന്തുകൊണ്ട് ഞാൻ ആപ്റ്റ് ആണെന്ന് പറയുന്നു, അതാണ് നമ്മൾ അക്കോമഡേറ്റ് എന്ന് പറയുന്നത്. യെസ്, അത് നമ്മളതിന് അതാണ് എൻ്റെ അത് വേണ്ടത്. ഓക്കെ, ആർക്കെങ്കിലും ഇതിന് സൗകര്യം സഹായിക്കാൻ പറ്റും? യെസ്, ആരും വരുന്നില്ല. യെസ്, സനില, സൂര്യ, രാഖി, ഇത് ഈ ചോദ്യം നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ്. Why should we select you? Why should we hire you? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ എടുക്കണം എന്നുള്ള ചോദ്യം പറയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. യെസ്, അങ്ങനെ ചോദ്യം ചോദിക്കും. യെസ്, ഇനി വരാവുന്ന വേറൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, യെസ്, ആരാണ്? ആര്യ വേണുഗോപാൽ. ആര്യ, ആര്യ, ആര്യക്ക് മനസ്സിലായി. ഓക്കെ, ഇപ്പൊ ഇവിടെ പറഞ്ഞത് മുഴുവൻ കേട്ടില്ല ആര്യ? കേട്ടു. ഓക്കെ. അപ്പോ ആര്യയാണ് അവിടെ നിൽക്കുന്നതെന്ന് വിചാരിക്കും, ആ ഒരു കാൻഡിഡേറ്റ് ആയിട്ട്. അപ്പൊ അവിടെ കാൻഡിഡേറ്റ് ആയപ്പോ സൗമ്യയോട് ചോദിച്ച ചോദ്യം ആര്യ കേട്ടു. അപ്പൊ ആര്യയോട് ചോദിച്ചത് വേറൊരു ചോദ്യമാണ്. വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്? ചോദ്യം ഇതാണ്, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്? ഇതാണ് ആര്യയോട് ചോദിച്ച ചോദ്യം. എന്താണ് നിങ്ങളുടെ ശക്തി? ചിലപ്പോ ഒരു ശക്തി അല്ലായിരിക്കും, നമുക്ക് ഡീറ്റെയിൽ മൈ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും. യെസ്, ചോദ്യം ഇതാണ്, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്? My strength is my parents. യെസ്, നമ്മളെ അത് പറയാം. പക്ഷെ ജോലിക്ക് പോകുമ്പോൾ അത് പറയണ്ട. കാരണം അറിയാം, അപ്പൊ നിങ്ങളുടെ അപ്പോയിന്റ് ചെയ്ത് നിങ്ങളുടെ അച്ഛനമ്മയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടത് ആര്യയിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, അതൊക്കെ പറയാം, നമുക്ക് വേറെ സ്ഥലത്തൊക്കെ പറയാം. ഓക്കെ, അത് സംബന്ധിക്കും ആര്യയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പരിഹരിക്കേണ്ട, അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യും. വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്? യുവർ പാരന്റ്സ് ആർ യുവർ സപ്പോർട്ടേഴ്സ്. ഞാൻ ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്? ഈ അടുത്ത കാലത്ത് ഒരു ഭാര്യ വളരെ അവരുടെ ഭർത്താവിനെ കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ എന്നോട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭർത്താവായിട്ട് സംസാരിക്കുന്നു. ഭർത്താവായിട്ട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഒരു കുറ്റവും ഞാൻ ആ മനുഷ്യനെ കണ്ടില്ല. പണ്ട് പീലാത്തോസ് പറഞ്ഞ അതേ വാചകം തന്നെയാണ് ഞാൻ ആ ഭാര്യയോട് പറഞ്ഞത്. നിങ്ങൾ ആരോപിക്കുന്ന ഒരു കുറ്റവും ഞാൻ ആ മനുഷ്യനെ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ആ ഭാര്യ പറഞ്ഞൊരു മറുപടി ഉണ്ട്, രസകരമായി. സാറേ, ദാറ്റ് ഈസ് ഹിസ് ബിഹേവിയർ. ഐ ടോക്ട് അബൌട്ട് ഹിസ് ക്യാരക്ടർ. ഞാൻ ഇപ്പൊ സാറിന്റെ അടുത്ത് വന്നപ്പോ അദ്ദേഹം കാണിച്ചത് അദ്ദേഹത്തിന്റെ ഒരു ബിഹേവിയർ ആണ്. ഐ ടോക്ട് അബൌട്ട് ഹിസ് ക്യാരക്ടർ. ഞാൻ പറയുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ചാണ്. യെസ്, എന്ന് പറഞ്ഞ പോലെ നമുക്ക്
പാരൻസ് ഒക്കെ വേണം. ആര്യയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്? ആര്യക്ക് അറിയാല, ആര്യയുടെ വീക്ക്നെസ് എവിടെയെന്ന് അറിയാല. ഇത് അടുത്ത വേറെ ചോദ്യമുള്ളൂ. വാട്ട് ഈസ് യുവർ വീക്ക്നെസ് ചോദ്യമുള്ളൂ. അതവിടെ നിൽക്കട്ടെ. വാട്ട് ഈസ് യുവർ ആര്യയുടെ ഒരു കോൺഫിഡൻസ് ഇല്ലേ, അത് തന്നെയാണ് ആര്യയുടെ സ്ട്രെങ്ത്. യെസ്, ഓക്കെ, ഡോണ്ട് വറി. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ഇന്റർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പരാജയപ്പെടുകയുള്ളൂ. അപ്പോൾ we should have an expectation about the questions that may be asked in the interview. Okay, don't worry, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. സമയക്കുറവ് പോയിന്റ് ഒന്നും വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ വളരെ ഈസിയാണ്. അപ്പോ എല്ലാത്തിന്റെയും ആൻസറിന്റെ ആദ്യത്തെ ലെറ്റർ പി ആണ്. പോലീസ്, പി. വെരി സിമ്പിൾ ആയ ചോദ്യമാണ് ചോദിക്കുന്നത്. വെരി സിമ്പിൾ, മീൻസ് വെരി സിമ്പിൾ. യെസ്, ഓപ്പോസിറ്റ് ഓഫ് ഇംപോസിബിൾ. ഓപ്പോസിറ്റ് ഓഫ് ഇംപോസിബിൾ. ഓക്കെ, സൗമ്യ, സഫീറ, ജസ്ന, സൂര്യ കറക്റ്റ് ആണ്. സലീല കറക്റ്റ് ആണ്. Impossible means possible. Yes. Okay. Digimon correct. Another. Pork. P-O-R-K. Pork is made out of dash. Pork is made out of okay, Sanila. Just now okay. Safira okay. Surya okay. Digimon okay. It's made of pig. Correct answer. Another very simple. A man who comes to deliver the post. A man who comes to deliver the post. Okay, Safira, Soumya, just Surya, Sanija, Jijimon. Correct answer. That is postman. Okay. Another dash it is at the Puripichawadi. Harry Potter and the dash stone. Harry Potter and the dash stone. Harry Potter, Ariel. Okay, Safira. Correct answer. Harry Potter, Safira, Jessica. Okay. Simple. The person, next is simple. The person who flies planes. The person, Safira, okay. Surya, Jessica, Soumya, Sanila, okay. Yes, that is called pilot. Yes. Arjun. Okay, Digimon. A spray. S-P-R-A-Y. A spray for your body. A spray for your body. Correct, Sanila, Soumya, Surya, Safira. Just okay. Like bomba, Digimon. Okay. Perfume. Yes. Other. A mythical, M-Y-T-H-I-C-A. A mythical bird. A mythical bird. Mythical bird. There were the charity. Okay, Safira. Yes, very good. Phoenix. Okay. P-H-O-E-N-I-X. Phoenix. Phoenix Pachipule. Charity. Yes. Next question. Jaipur is also known as dash.
Jaipur is also known as dash city. Okay, Sanila, Safira, Soumya, Jesna. Okay, Digimon. Okay, ഇത് പിങ്ക് സിറ്റി എന്ന പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്. Yes. Okay. Next question. Opposite of temporary. Opposite of temporary. Jasna, Surya, Safira, Sanila. Okay. Soumya, okay. Yes, that is what is called permanent. I will put the permanent. Okay, Digimon, it's a correct answer. Permanent. A soft, S-O-F-T, a soft rectangular cushion. A soft rectangular cushion. Okay, Surya. Very good, very good. I appreciate your observation. Adi Barnale. Jasna, Soumya, Sanila, Safira. Okay, very good, very good, very good. Okay, it is pillow. Yes, Uttaramala Vaigi yes. Other meaning to take something from the floor. To take something from the floor. Sanila, Surya, Jasna. Okay, okay, Surya, Surendra, Soumya, Digimon. Okay, okay, very good, very good, very good. Yes, last of the Chodimon. Another word for possibility. Another word for possibility. Very good. Okay. Possibility possibility. Sadhyada. Where do you work, Safira? Potential, potential, actually, and the capacity, potential capacity, and the actual capacity. Yes. The bike is the bike is നമ്മളോട് ഇത് 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ 50 കിലോമീറ്റർ ഓടും എന്ന് പറയുന്നു. നമ്മൾ 1 ലിറ്റർ പെട്രോൾ അടിക്കുന്നു, ബൈക്ക് ഓടിക്കുന്നു, 35 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ബൈക്ക് നിന്ന് പോയി. ആ 35 കിലോമീറ്റർ എന്റെ ആക്ച്വൽ കപ്പാസിറ്റിയും 50 കിലോമീറ്റർ എന്ന് പറയുന്നതിന്റെ പൊട്ടൻഷ്യൽ കപ്പാസിറ്റിയും. 50 കിലോമീറ്റർ ഓടും, പക്ഷെ ഇപ്രകാരം വളവുള്ള റോഡിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണെങ്കിൽ അത് 50 കിലോമീറ്റർ ഓടും. നമ്മൾ ഓടിക്കുന്ന റോഡില് 35 കിലോമീറ്റർ. അത് ആക്ച്വൽ കപ്പാസിറ്റി. Okay, potential and action. Okay. Later for a probable correct. Possibility to the South and Naraka. Yes, Uri Pache, nothing but the Vedandala. Peel to Rana, Uri Pache, nothing but the Vedand. Last, either step P, then down session E. Yes. PE. Okay, Safira, Jessica. Okay, very good, very good. That word is perhaps. Perhaps. Okay. So, part of the class, okay, Sanila. The interview, which was in the why should I hire you for the
അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ വീക്ക്നെസ്, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് എന്ന് പറയുന്ന ചോദ്യം നമുക്ക് ചോദിക്കാം. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ദെൻ ബൈ. Thank you, sir. Okay, Sarila.